ഇവിടത്തെ ദിക്റുകൾക്ക് ഒന്നിച്ചു ചൊല്ലുന്നവർ ഇതെല്ലാം കാണുമ്പോൾ അതിയായ സന്തോഷവും ആഹ്ലാദവും കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ശുക്ർ ചെയ്യാൻ എത്ര സുജൂദിൽ വീണാലും മതിയാവുകയില്ല. പക്ഷേ വളരെ വളരെ വേദനയോടുകൂടെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കില്ലേ, ഈ അടുത്ത നിമിഷം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലായി വണ്ടൂരിലും തിരുനാവായയും കുടക്കാർ ചാനലുകാർ എല്ലാം അങ്ങോട്ട് നെട്ടോട്ടം ഓടിയിരിക്കുകയാണ്. 18ഓളം ജീവൻ ഇന്ന് അപഹരിക്കപ്പെട്ടു വ്യാജ മദ്യത്തിന്റെ പേരിൽ. എത്ര സഹോദരിമാർ വിധവകളായി, എത്ര കുടുംബങ്ങൾ മക്കൾ അനാഥകളായി, എന്തെല്ലാം ഇവിടെ സംഭവിച്ചു. ഇത് കണ്ടില്ലെന്ന് വെക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുമോ? ഇവിടുത്തെ നിയമപാലകർക്ക് കഴിയുമോ? നാളെ നിങ്ങൾ പത്രം നോക്കിയാൽ 2ഉം 3ഉം പേജ് നിറയെ ആ വിധവകളുടെ കരച്ചിലുകളുടെ ഫോട്ടോകളാണ്, ആ കുട്ടികളുടെ വേവലാതികളാണ്, ആ കുട്ടികളുടെ വിഷമങ്ങളാണ്. ഇത് ഇന്നും നാളെയും കാണും, മറ്റന്നാള് കാണും, ഇത് മറക്കും. ഇതുപോലുള്ള അവസ്ഥകൾ നമ്മുടെ കേരളത്തിന്, നമ്മുടെ രാജ്യത്തിന് എത്രയായി. ഭരണാധികാരികൾ കണ്ണു തുറക്കട്ടെ. എന്തുകൊണ്ട് മദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് നിരോധിച്ചുകൂടാ? ഇവിടെ ഭരണാധികാരികൾ, നിയമപാലകർ, ഇവിടുത്തെ സർവ്വവിഭാഗം ജനങ്ങളും ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യൻ അല്ലാഹു നൽകുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം ഒന്നാമതായി ജീവനാണ്. ജീവനേക്കാൾ വലിയ ഒരനുഗ്രഹം മനുഷ്യന് ഇല്ല തന്നെ. എങ്കിൽ ആ ജീവൻ ഇന്ന് നശിപ്പിക്കാൻ എന്താണ് മാർഗം എന്നാണ് മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ ന്യൂക്ലിയറിലൂടെ, അണുബോംബിലൂടെ പരസ്പരം അങ്ങും ഇങ്ങും കലഹിച്ച് എത്ര ജീവനുകളാണ് അപഹരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് സൂസൈഡിലൂടെ അഥവാ ആത്മഹത്യയിലൂടെ 1 മില്യൺ ഓരോ ദിവസവും 10 ലക്ഷം ആത്മഹത്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി. من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا. ആരെങ്കിലും വല്ല വിധത്തിലും വല്ല ശരീരത്തെയും നശിപ്പിച്ചു പോയാൽ, ആത്മഹത്യയോ വല്ല വധശ്രമവും നടത്തിയാൽ, ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളെയും വധിച്ച മഹാപാപം അവൻ ഏൽക്കേണ്ടി വരിക തന്നെ ചെയ്യും. രണ്ടാമത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ബുദ്ധിയാണ്. ഇന്ന് മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ബുദ്ധി എങ്ങനെ നശിപ്പിക്കണമെന്നാണ്. ബുദ്ധി നശിപ്പിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്നത് മദ്യവസ്തുക്കൾ ഉപയോഗിക്കുകയാണ്. നഊദു ബില്ലാഹ്, റബ്ബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൊച്ചു കേരളം, കേവലം 3 കോടി ജനങ്ങൾ മാത്രമാണ് കൊച്ചു കേരളത്തിൽ താമസിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും 3000 കോടി രൂപ കള്ളുകുടിക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അത് വേദനാജനകമാണ്. കഴിഞ്ഞ ആഘോഷവേളകൾ എത്ര കോടി രൂപകളാണ് കുടിച്ചു തീർത്തത്. മുമ്പ് ഹരിയാനയും പഞ്ചാബുമായിരുന്നു കുടിയുടെ വിഷയത്തിലെങ്കിൽ ഇന്ന് അതിനെല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കേരളം എത്രയോ മുൻപന്തിയിലേക്ക് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിച്ചിരുന്ന നമ്മുടെ കേരളത്തെ മദ്യത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യം ചിലവഴിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പരിസര പ്രദേശങ്ങളാണ് എന്ന ദുഃഖം വിസ്മരിക്കാവതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും മാതാവ്, ഈ ലോകത്തെല്ലാ നാശവും വിതക്കുന്നത് മദ്യപാനമാണ്, ലഹരി വസ്തുക്കളാണ്. ആദ്യമായത് SD എന്ന ഓമന പേരിൽ സോഷ്യൽ ഡ്രിങ്ക്സ്, സാമൂഹിക സാമൂഹിക പാനീയം എന്ന പേരിൽ കൂട്ടുകെട്ടുകൾ ചേർന്നുകൊണ്ട് കുടിക്കാൻ തുടങ്ങി. അത് വകുപ്പുകൾ മാറി 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 പലതിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ നടക്കേണ്ട പ്രതിജ്ഞ, ജീവിതത്തിൽ ഒരു കാലത്തും ഞാനൊരിക്കലും മദ്യം രുചിക്കുകയില്ല, ഞാനൊരിക്കലും മദ്യത്തിന് അടിമപ്പെടുകയില്ല, ഞാൻ മദ്യപാനികളുടെ കമ്പനിയുമായി ഒരു കൂട്ടുകെട്ടുമില്ല. മദ്യം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും സമ്പത്തും കുടുംബവും സർവസ്വം നശിക്കുകയല്ലാതെ ലോകത്തിന് ഒരു നേട്ടവും അതുകൊണ്ട് ലഭിക്കുന്നില്ല. മുമ്പ് ആരോ പറഞ്ഞ പോലെ 2 നേട്ടം.
ഒന്ന്, മദ്യപാനിയുടെ വീട്ടിൽ കള്ളൻ കയറില്ല. മറ്റൊന്ന്, മദ്യപാനിയുടെ മുടി നരക്കില്ല. എന്തുകൊണ്ട്? മദ്യപാനിയുടെ വീട്ടിൽ കള്ളൻ കയറണമെങ്കിൽ കള്ളന് വല്ലതും കിട്ടണം. അവിടെയാണല്ലോ കള്ളൻ കയറുക. കള്ളൻ എവിടെങ്കിലും കട്ട് മദ്യപാനിയുടെ മില്ലിഗ്രാം സ്വർണം പോലും ഇല്ലാതെ സർവസ്വം നഷ്ടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ അവന്റെ കയ്യിൽ അവിടെ തിരിച്ചു സംഭാവന ചെയ്യേണ്ടി വരും. രണ്ടാമത്തത്, മദ്യപാനി അവന്റെ മുടി നരക്കില്ല. എന്തുകൊണ്ട്? സാധാരണഗതിയിൽ മുടി നരക്കണമെങ്കിൽ 20, 25 വയസ്സ് 30 വയസ്സാവണം. 15ാമത്തെ വയസ്സിൽ കുടിക്കാൻ തുടങ്ങിയാൽ 20ാമത്തെ വയസ്സാകുമ്പോഴേക്ക് അവൻ മക്ബറയിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കും, ശ്മശാനത്തിലായിരിക്കും. പിന്നെ മുടി നരക്കുന്നുമില്ലല്ലോ. ഇവിടെ 10-30 വർഷം മുമ്പ് 25ന്റെയും 30ന്റെയും മേലോട്ടാണ് കുടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പുതിയ കണക്കനുസരിച്ച് സെക്കൻഡറി തലങ്ങളിലുള്ള, എല്ലാവരും ഇരുന്നാല്, സെക്കൻഡറി തലങ്ങളിലുള്ള എല്ലാ അപ്പർ പ്രൈമറി തലങ്ങളിൽ, പ്രൈമറി തലങ്ങളിലെ വിദ്യാർത്ഥികൾ വരെ മദ്യം ആസ്വദിക്കുന്ന വളരെ വളരെ വേദനാജനകമായ അവസ്ഥയാണ്. ഈ സമയത്ത് ഭരണകൂടത്തോട് പറയാനുള്ളത്, ബീവറേജ് കോർപ്പറേഷൻ കോടികൾ നമുക്ക് ടാക്സിലൂടെ ലാഭങ്ങൾ കൊയ്തു തരുന്നു. മനുഷ്യ ജീവനുകൾ നശിപ്പിച്ചിട്ട് നമുക്ക് കോടികൾ കിട്ടി, എന്ത് പ്രയോജനമാണുള്ളത്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും പുതിയ ഡിസൈൻസ് കിട്ടണമെങ്കിൽ അറ്റ്ലസിൽ തന്നെ പോണം. അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. മെഡിക്കൽ സ്റ്റോറിൽ നീ മരുന്ന് വാങ്ങിക്കൊണ്ടു. ഈ മരുന്ന് നീ ഇന്ന് വാങ്ങിക്കൊണ്ടു. ഇത് മെഡിക്കൽ സ്റ്റോറിന് മേടിക്കണം. അച്ഛനും മരുമോനും കൊച്ചുമോൾക്കുമൊക്കെ ഒരേ മരുന്നോ? എന്തുവായത്? ഇതെന്ത് മരുന്നാ സാറേ? ഇത് എക്സ്ട്രാ പവർ കിട്ടാനുള്ള മരുന്നാ. കരുത്തും ചുരുച്ചുരുക്കും കൂടെ വരും. ഇന്നലെ മേടിച്ച അതേ മരുന്ന് ഒരു പാക്കറ്റ് എനിക്കും വേണം. Muesli Power Extra. Extra power for the whole family. ആരുടേതാവട്ടെ ലോട്ടറി, സാമ്പത്തിക മാന്ദ്യം ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയല്ലാതെ വല്ല മെച്ചവും അതുകൊണ്ടുണ്ടോ? അന്യ സംസ്ഥാനത്തേക്ക് ദിനം പ്രതി നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് 44 കോടി രൂപയാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ? കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനത്തിന്റെ ലോട്ടറി മുഖേന ഓരോ ദിവസവും 44 കോടി രൂപയാണ് അന്യ സംസ്ഥാനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ 44 കോടി രൂപ ഏതാണ്? പെട്ട തൊഴിലാളികള് കഠിനാധ്വാനം ചെയ്ത് റോഡ് വൃത്തിയാക്കി, മഴ കൊണ്ട് മരം മുറിച്ച്, ആശാരിപ്പണിയെടുത്ത്, മോശാരിപ്പണിയെടുത്ത്, അങ്ങനെ ധാരാളം അധ്വാനിച്ച് വെടികിട്ട് അവരെ ചൂഷണം ചെയ്യാൻ ഇന്നല്ലെങ്കിൽ നാളെ, ഭാഗ്യം നാളെ നിങ്ങളെ കടാക്ഷിച്ചു കൊടുക്കും. ഭാഗ്യം 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 എന്ന് പറഞ്ഞു 100, 120, 130 രൂപക്ക് കോടികളിൽ നിന്ന് ലോട്ടറി കമ്പനികള്, ലോട്ടറി നടത്തിപ്പുകാർ കോടാനുകോടികൾ വാങ്ങി 1-2 ആക്ക് 1-2 ലക്ഷം നൽകി, 8-10 ലക്ഷം നൽകി ജനലക്ഷങ്ങളെ കോടികളെ ചൂഷണം ചെയ്യുന്നത് കണ്ടില്ലെന്ന് വെക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുമോ? ഇത് നമുക്ക് എന്തു നേട്ടമാണ് നമുക്ക് നൽകുന്നത്? ഈ സമയത്ത് ഞാൻ എൻ്റെ നല്ലവരായ സഹോദരങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ധാരാളം ഫാക്ടറികൾ നമുക്ക് പരിചയമുണ്ട്. IT ഫാക്ടറി, ഓട്ടോമൊബൈൽ ഫാക്ടറി, ഫുഡ് ഫാക്ടറി, ഇങ്ങനെ അനേകായിരം ഫാക്ടറികൾ. പക്ഷേ ഈ വൻകിട ഫാക്ടറികളെല്ലാം ഇന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്പിംഗ് ഫാക്ടറി, മനുഷ്യത്വ വികസന ഫാക്ടറി. അഥവാ ഇന്ന് മനുഷ്യനില്ല, മനുഷ്യത്വം എവിടെയും കാണുന്നില്ല. എങ്ങനെയാണ് മനുഷ്യത്വം? എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പഠിപ്പിച്ചു, ഇന്നമാ ബുഇസ്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അല്ലാഹു സുബ്ഹാനഹു തആല
എന്നെ ഈ ലോകത്തേക്ക്